എൻ്റെ ഫാമിലിയിലെ ഈ കലയുമായിട്ട് ഏറ്റവും ബന്ധം കുറവുള്ളത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഞങ്ങൾക്ക് ഒരു വായനശാല ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ആയിരുന്നു ആദ്യം മുതലേ പ്രസിഡൻറ്റിൽ. അപ്പോൾ അവിടത്തേക്ക് ആ പുസ്തകങ്ങൾ എടുക്കുന്നതൊക്കെ ഞങ്ങളെല്ലാവരും കൂടെയാണ് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം വായിക്കുന്നത് മിക്കവാറും ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ അപ്പോൾ കലോത്സവത്തിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെന്ന് ഒരു എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു ടാബ്ലോയ്ക്ക് കയറുന്നുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബാച്ചിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ഥാനത്തോട് വരുമ്പോൾ ഞാൻ പതുക്കെ പിന്മാറും. കാരണം ഈ പബ്ലിക് സ്പീച്ച് വയ്ക്കുക എന്നുള്ളതുകൊണ്ട് അവസാനം പബ്ലിക് സ്പീച്ച് വേണ്ടാത്ത ഒരു ഭാഗമാണ് മാഗസിൻ എഡിറ്റർ. അങ്ങനെയാണ് മാഗസിൻ എഡിറ്റർ ആകുന്നത്. അതുമാത്രമാണ് ഓപ്റ്റ് ചെയ്ത് മാറിയത്. അത് ഒരുപാട് ഫാമിലി സഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഡോക്ടർ സഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടറുടെ ഫാമിലി ആയിരിക്കും പലപ്പോഴും. അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഫാമിലി ഇല്ലെങ്കിൽ പലപ്പോഴും അത് രണ്ടും ചേർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാഗ്യത്തിന് അത് പൂർണ്ണമായിട്ടും യോജിച്ചാണ് ആൾ വന്നതെന്നുള്ളതുകൊണ്ട് അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ല, എൻ്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട്, അവരുടെ വളർച്ച ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവരെ വളർത്തിയതും വൈഫാണ്, ടീച്ചറാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാറിന് ഈ ആർട്ടിനോടുള്ളൊരു താല്പര്യം, ഇത് സാറിൻ്റെ അപ്പൂപ്പൻ ആട്ടക്കഥ ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര, ആർട്ടിനോട് താല്പര്യം കൊണ്ടുള്ള ഒരാളാണ്, എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. ഇപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണോ സാറിന് ഈ സാഹിത്യത്തോടും കലയോടും ഉള്ളൊരു താല്പര്യം വന്നത്? അത് പിന്നീട് അത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ കോളേജിൽ നിന്ന് കിട്ടിയ ഒരു ബേസിൻ്റെ ഭാഗമായിട്ടാണോ? എൻ്റെ ഫാമിലിയിലെ ഈ കലയുമായിട്ട് ഏറ്റവും ബന്ധം കുറവുള്ളത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ മുത്തശ്ശന് ഒരു കഥകളി എഴുതിയിട്ടുണ്ട്, രണ്ട് കഥകളി 101 ആട്ടക്കഥകൾ എന്നുള്ള, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ 2 ആട്ടക്കഥകളുണ്ട്. അതിനേക്കാൾ പ്രധാനം ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ആദ്യമായിട്ട് കഥകളി രൂപത്തിലാക്കി. മറ്റെല്ലാം പുരാണ കഥകളായിരുന്നു, മിക്കവാറും എല്ലാം പുരാണ കഥകളാണ്. സാമൂഹ്യ കഥ ഒരു വിഷയമായിട്ട് ഒരു ആട്ടക്കഥ രചിച്ചത് എൻ്റെ മുത്തശ്ശനായിരുന്നു. അതായത് ഈ 8 വീട്ടിൽപ്പിള്ളമാരുടെ കഥ, അന്നത്തെ മാർത്താണ്ഡവർമ്മ ആ കാലത്തെ ആ കഥകളി രൂപത്തിലാക്കി. ആദ്യത്തെ അതാണ്. പിന്നീട് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയൊക്കെ പിന്നീട് പലരും കഥകളി രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് അത് ചെയ്തതാണ്. പിന്നെ സാഹിത്യമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളായിരുന്നു. അച്ഛനും അതുപോലെ തന്നെ എഴുതിയിട്ടൊന്നും ഇല്ലെങ്കിലും ഈ കഥകളി ആയിട്ട് വളരെ ബന്ധപ്പെട്ട ആളായിരുന്നു. ഞാൻ പിന്നെ ഈ പഠിത്തമായിട്ട് എൻ്റെ അനിയന്മാർക്കും കഥകളി വളരെ താല്പര്യമുള്ളവരാണ്. പക്ഷേ എനിക്ക് പഠിത്തമായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ട്, വേറൊരു ലൈഫിലോട്ട് പോകുന്നതുകൊണ്ട് കൂടുതൽ കാണാനോ കഥകളി അങ്ങനെ ആസ്വദിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അറിയാം, അത്യാവശ്യ കാര്യങ്ങൾ അറിയാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ അച്ഛനും ഈ നാടകാവതരണമായിട്ട്, അതായത് നാട്ടിൽ അന്നൊക്കെ ഈ 1960s 70s ആ കാലഘട്ടത്തിൽ ധാരാളം ഈ നാടൻ കലാസമിതികൾ ധാരാളം ഉണ്ടായിരുന്നൊരു കാലമാണ്. അതുപോലെ ഞങ്ങൾക്ക് ഒരു വായനശാല ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ആയിരുന്നു ആദ്യം മുതലേ പ്രസിഡൻറ്റിൽ. അപ്പോൾ അവിടത്തേക്ക് ആ പുസ്തകങ്ങൾ എടുക്കുന്നതൊക്കെ ഞങ്ങളെല്ലാവരും കൂടെയാണ് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം വായിക്കുന്നത് മിക്കവാറും ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മിക്കവാറും MT മുതലുള്ള എല്ലാ മലയാള പ്രമുഖരെയും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരന്ന വായനയ്ക്കുള്ള സമയം കിട്ടി സ്കൂൾ ലൈഫ് കഴിയുന്നതിന് മുമ്പ് തന്നെ. അതിന് ശേഷം ആ വായന അത് ആ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നാടകം അവതരിപ്പിക്കുന്നത്, അന്ന് ഈ എല്ലാ ഓണത്തിനും അങ്ങനെയുള്ള വിശേഷ സമയങ്ങളിലൊക്കെ ഈ നാട്ടിൽ തന്നെ എല്ലാവരും കൂടി ചേർന്ന് അമച്വർ നാടകങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അച്ഛനാണ് അത് പലപ്പോഴും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിൽ തന്നെ ആയിരുന്നു ഇതിൻ്റെ റിഹേഴ്സലൊക്കെ. അപ്പോൾ മാസങ്ങളോളം 1-2 മാസം നീണ്ടു നിൽക്കുന്ന റിഹേഴ്സലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കലയുമായിട്ടൊരു അന്ന് പോലെ ഒരു താല്പര്യം ധാരാളമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ഇത് മറ്റേ ഹരികഥ എന്ന് പറഞ്ഞ കഥാപ്രസംഗത്തിൻ്റെ പഴയ രൂപം, അതുപോലെ തന്നെ അച്ഛന് എഴുതി വേറെ അതും റിഹേഴ്സൽ വീട്ടിൽ വെച്ചായിരുന്നു. ഒരു കഥാപ്രസംഗ ഒരാളുണ്ടായിരുന്നു നാട്ടിൽ. അതായത് 2-3 കഥകൾ എൻ്റെ റിഹേഴ്സലും
അവതരിപ്പിക്കുന്നതിന്. സാർ അങ്ങനെ എന്തെങ്കിലും അവതരിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സ്റ്റേജിൽ? കലോത്സവത്തിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഒരു എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു ടാബ്ലോയ്ക്ക് കയറുന്നുണ്ട് മിണ്ടാതെ നിൽക്കാനായിട്ട് എന്നുള്ള, അല്ലാതെ വേറൊരു അങ്ങനെയുള്ള അതാ പറഞ്ഞ സ്റ്റേജിൽ കയറിയുള്ള എന്ന് തന്നെയല്ല, സ്റ്റേജിൽ കയറുന്നതിന് എനിക്കൊരു മടിയായിരുന്നുണ്ട്. ഈ പബ്ലിക് സ്പീച്ച് ഒരു മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും രസകരമായൊരു ഭാഗമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഹോസ്റ്റലൊക്കെ ഏതാണെങ്കിലും ഇങ്ങനെയുള്ള ഞങ്ങളുടെ ബാച്ചിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ഥാനത്തോട് വരുമ്പോൾ, അപ്പോൾ കോളേജ് യൂണിയൻ സെക്രട്ടറി സ്ഥാനത്തോട്ടോ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നൊക്കെ വരുമ്പോൾ ഞാൻ പതുക്കെ പിന്മാറും. കാരണം ഈ പബ്ലിക് സ്പീച്ച് വയ്ക്കുക എന്നുള്ളതുകൊണ്ട്. അവസാനം പബ്ലിക് സ്പീച്ച് വേണ്ടാത്ത ഒരു ഭാഗമാണ് മാഗസിൻ എഡിറ്റർ. അങ്ങനെയാണ് മാഗസിൻ എഡിറ്റർ ആകുന്നത്. അതുമാത്രമാണ് ഓപ്റ്റ് ചെയ്ത് മാറിയത്. പക്ഷേ ആ മാഗസിൻ എഡിറ്റിങ് തുടങ്ങിയതിന് ശേഷം ശരിക്കും ആ സമയത്ത് പിന്നെ ഒരു സെമിനാറൊക്കെ സംഘടിപ്പിച്ച് അന്നത്തെ സാഹിത്യകാരന്മാർ എസ് കെ പൊറ്റക്കാടൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ്. എസ് കെ പൊറ്റക്കാട്, സി പി ശ്രീധരൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹിത്യകാരന്മാരെ കൊണ്ടുവന്നൊരു സെമിനാറൊക്കെ നമ്മൾ കോളേജ് വെച്ച് നടത്തിയായിരുന്നു ഈ മാഗസിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അന്ന് അത്യാവശ്യം സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് പിന്നീടും ആ ഒരു പബ്ലിക് സ്പീച്ചിനോടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്നും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഡയബറ്റിസ് ക്ലിനിക്ക് തുടങ്ങിയതിന് ശേഷമാണ് മാറിയത്. ഡയബറ്റിസ് ക്ലിനിക്കിന് അങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം. അതിന് മുമ്പ് ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ ഞാൻ ആ റിസ്ക് എടുക്കത്തില്ലായിരുന്നു. ശരിയാവുമോ നോക്കിയിട്ടില്ല, ശരിയാവത്തില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ ഈ പേഷ്യൻസിനോട് സംബന്ധിച്ച് പിന്നെ ഇപ്പം എവിടെ വേണമെങ്കിലും എന്തും പ്രസംഗിക്കാം എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അതും ഈ ശരിക്കും ഞാൻ പേഷ്യൻസിനോട് തന്നെയാണ് നന്ദി പറയുന്നത്. ഇപ്പോൾ അവരുടെ മുമ്പിലൊന്നും പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് ഒരു പരിശീലിച്ചത് ശരിക്കും. അപ്പോൾ അല്ലാതെ കലാപരമായിട്ട് അല്ലാതെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഈ പിറകിൽ നിന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ സാർ, ഈ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിൽ എപ്പോഴും ആലോചിക്കുന്ന ഒരു ഡോക്ടറാകുമ്പം വീട്ടിലേക്ക് ഒരിക്കലും അവൈലബിൾ ആകാത്ത ഒരാൾ. പിന്നെ സാർ 2 മക്കളുണ്ട്. 3 പേരാണോ? 2 പേര്. 2 മക്കളുണ്ട്. അപ്പോൾ 2 പേരും ആർട്ടിൽ പെർഫോം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഇവർ വീട്ടിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മളെ സംബന്ധിച്ച് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആവേണ്ട ഒരാൾ എന്ന രീതിയിലാണല്ലോ ഒരു പൊതുസമൂഹം ഡോക്ടേഴ്സിനെ പൊതുവെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ ഒരു പേഴ്സണൽ ലൈഫും ഈ വർക്ക് ലൈഫ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടന്നത് ഇത്രയും വർഷം? അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ മക്കളുടെയും കൂടെ ചോദിച്ചുകൊണ്ടാണ്. അതും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുക ലോകത്തെല്ലായിടവും തന്നെ. ഈ ഡോക്ടേഴ്സിൻ്റെ വർക്ക് കൾച്ചറിൽ തന്നെ ഒരു 50 വർഷം അല്ലെങ്കിൽ 60 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡോക്ടർക്ക് സമൂഹത്തിലുള്ള ഒരു സ്ഥാനം അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു പേഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു രോഗത്തെ അല്ലെങ്കിൽ രോഗിയെ അപ്രോച്ച് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇപ്പോഴത്തെ തലമുറയിലെ ഒരു ഡോക്ടർ. സ്വാഭാവികമായിട്ട് ലോകത്തെല്ലാം നമ്മൾ പറയുമ്പോഴാണെങ്കിൽ മൂല്യച്യുതി എന്ന് പറയും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മൂല്യച്യുതി എന്ന് പറയാൻ ഒക്കത്തില്ല. ഇപ്പോഴത്തെ മൂല്യങ്ങളുടെ വന്ന വ്യത്യാസം എന്ന് മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. നല്ല തോട്ടായിട്ട് പണ്ടത്തതിൽ നിന്ന് ഒരു മാറ്റം വന്നു. അത് ലോകം മൊത്തം മാറുന്ന കൂട്ടത്തിൽ ഈ നേരത്തെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാത്തിലും ഒരു മാറ്റം വന്ന കൂട്ടത്തിൽ വന്നൊരു ചേഞ്ചാണത്. അപ്പോൾ ഞാനൊക്കെ ശരിക്കും ആദ്യ കാലത്തൊക്കെ രാത്രിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ വീട്ടിൽ വന്ന് മുട്ട് വിളിക്കാം. ഹോസ്പിറ്റലുണ്ടെങ്കിൽ പോലും ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഏത് സമയത്തായാലും നമ്മൾ രോഗിയെ നോക്കണം. നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ലായിരുന്നു ആ കാലത്ത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തോട്ട് ചിലപ്പോൾ വ്യത്യാസമായിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 2 മണിക്കൊക്കെ വന്ന് മുട്ടി വിളിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഇപ്പോഴും. പക്ഷെ അന്നങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കാരണം രോഗി നമ്മളെ മാത്രം ആശ്രയിച്ചാണ് വരുന്നത്. ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളുള്ളതുകൊണ്ട് എന്തിനാണ് ഇവിടെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളൊരു തോന്നലുകൾ കൊണ്ടായിരിക്കും. എൻ്റെ പോലും തോട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഡെഫിനറ്റായിട്ടും അവരുടെ ആ ഒരു വർക്കിംഗ് ടൈമിലല്ലാതെ അതിനപ്പുറത്തോട്ട്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഞങ്ങൾ ഈ 2 ഗ്രൂപ്പും കണ്ട ഒരു തലമുറയാണ് ഞങ്ങളുടേത്. 1970s ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ജനിച്ച ആളുകൾ അല്ലെങ്കിൽ 1950s 60s ജനിച്ച ആളുകൾക്കൊരു എല്ലാം ട്രാൻസ്ഫോർമേഷൻസ് മൊത്തം വന്നിട്ട് അന്നത്തെ കാലത്തെ ഒരു മൂല്യങ്ങളും പിന്നെ അത് മാറി വരുന്നതും എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ചേഞ്ച് അനുഭവിച്ച ഒരു തലമുറയാണ് ഞങ്ങളുടേത്. അപ്പോൾ അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. 24 hours വർക്ക് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. ആരെ പോകുന്ന കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചികിത്സിക്കുമായിരുന്നു. പ്രായമായിട്ട് കിടക്കുന്നവരെ വീട്ടിൽ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവിടെ നേരെ പോകും. അതിനകത്തൊന്നൊരു മടിയായിട്ടോ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടോ തോന്നാറില്ലായിരുന്നു അന്ന്.
പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മക്കളെ ഞാനങ്ങനെ അങ്ങനെ പോകാൻ അവരോടും ഞാനും പറയാറില്ല. അങ്ങനെ പോകുന്നത് ശരിയല്ലാത്തൊരു കാലത്താണ് ഇപ്പോഴും. അതെ. അങ്ങനെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നമ്മൾ അങ്ങനെ സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. ആ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ച് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്നേ പറയാനൊക്കെ ഉള്ളത്, മോശമായി എന്നുള്ള അർത്ഥത്തിൽ പറയേണ്ട കാര്യമില്ല. അത് കാരണം സൗകര്യങ്ങൾ കൂടിയതുകൊണ്ടുകൂടെ ആയിരിക്കും അത്. ആശുപത്രികൾ എപ്പോഴും ആശുപത്രികളിൽ അവൈലബിൾ നമ്മൾ ആണ്. എല്ലായിടും അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ടുകൂടായിരിക്കും. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അന്ന് ആ ഒരു ഫാമിലി സപ്പോർട്ട് വളരെ പ്രധാനമാണത്. അത് ഭാഗ്യത്തിന് എൻ്റെ ഫാമിലി വൈഫിൻ്റെ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നത്. പുള്ളിക്കാർ ടീച്ചറായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ അത് ഒരുപാട് ഫാമിലി സഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഡോക്ടർ സഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടറുടെ ഫാമിലി ആയിരിക്കും പലപ്പോഴും. കാരണം ഫ്രീ ടൈം ഇല്ല. അങ്ങനെ ഒരു എവിടെയെങ്കിലും ഒന്ന് ടൂറിനോ എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഒറ്റയ്ക്കുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് ആ സമയത്ത് ശരിക്കും കഴിഞ്ഞാൽ പലപ്പോഴും എങ്ങും പോകാൻ പലപ്പോഴും പറ്റാറില്ല. വർഷങ്ങളോളം അങ്ങനെ പോകാറില്ലായിരുന്നു. പിന്നെ ആകെപ്പാടെ പോകുന്ന വല്ല കോൺഫറൻസുകൾക്കും മാത്രമാണ്. അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഫാമിലി ഇല്ലെങ്കിൽ പലപ്പോഴും അത് രണ്ടും ചേർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാഗ്യത്തിന് അത് പൂർണ്ണമായിട്ടും യോജിച്ചാണ് ആൾ വന്നതെന്നുള്ളതുകൊണ്ട് അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഒരു അനുഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ കന്യാകുമാരിയിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒക്കെ റെഡിയായിരിക്കുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ ദിവസം തലേദിവസം രാത്രിയിലൊരു കാർഡിയക് പേഷ്യൻ്റ്, ഒരു ഹാർട്ട് പേഷ്യൻ്റ് വന്ന്, അപ്പോൾ അന്ന് രാത്രി ഒരു 12 മണി 1 മണി വരെയൊക്കെ തന്നെ ഈ ഇടയ്ക്ക് കാർഡിയക് അറസ്റ്റ് വരും. അപ്പോൾ ഡീഫിബ്രിലേറ്റ് ചെയ്ത് റിവൈവ് ചെയ്യേണ്ട ഒരു സ്റ്റേജിൽ രാത്രി 12-1 മണി വരെയൊക്കെ ഞാൻ തന്നെ കൂടിയിരിക്കേണ്ടി വന്നു പേഷ്യൻറ്റിനോട്. പക്ഷേ പിന്നീട് ആയാലും പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ ഏൽപ്പിച്ച് പോകാൻ ഒരു മടി. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലോ എന്ന് വെച്ച് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. പക്ഷേ അത് ബുദ്ധിമുട്ടില്ലാതെ അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫാമിലി ഉള്ളതുകൊണ്ടാണ് അത് പറ്റിയത്. അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലമായിരുന്നു അത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ തലമുറ കുറേ കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നവരാണ്. അവർക്ക് അത്രയും ആ രീതിയിലുള്ളൊരു എണ്ണത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോഴത്തെ. ഫാമിലി സപ്പോർട്ട് ഈസ് വളരെ വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ചോദിക്കുന്നത് കുഴപ്പമാണോ മണ്ടത്തരാണോ എന്ന് എനിക്കറിയാം. എന്നാലും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുക. 2 പാർട്ട്നേഴ്സും ഒരേ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കുമോ? അങ്ങനല്ല, കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഫാമിലി അങ്ങനെയല്ല. പുള്ളിക്കാർ വേറെ ടീച്ചറാണ്. പക്ഷേ മറ്റേത് കുറേ കൂടെ നല്ലതായൊരു പോസിറ്റീവ് ആവാനാണ് സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം എനിക്ക് പറയാൻ അറിയാം. ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചത് ക്യൂരിയോസിറ്റി ഒന്നും ഒരാളായി കൈ കിട്ടുമ്പോൾ ചോദിക്കാൻ പറ്റിങ്ങനെ ചോദിച്ചതാണ്. സാറേ, രോഗികളെ രാത്രി ചികിത്സിക്കാൻ പോയ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വായിച്ചതിന് ഓർമ്മ വന്നു. സാറിന് രാത്രി കല്യാണ സമയത്ത് തന്നെ ഈ പട്ടി കടിച്ചിട്ട് ഒരു ഇഷ്യൂ വന്നിട്ടില്ലേ? ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യുമോ? അതും കല്യാണ സമയത്ത് 90 ദിവസം സാറ് ടെൻഷൻ അടിച്ചിരുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? അത് ശരിക്കും പറഞ്ഞാൽ ഞാനത് അങ്ങനെ പറയുന്നത് വെച്ചാൽ അൺഎത്തിക്കലാണോ എന്നൊരു സംശയമുണ്ട്. എന്നാലും പറയാം. ഈ പറഞ്ഞാൽ അന്ന് ചില ഈ പേപ്പട്ടി വിഷത്ത് ഇപ്പോഴത്തെ സജീവമായിട്ടുള്ളൊരു വിഷയമാണല്ലോ അത്. പട്ടി കടിച്ചു കഴിഞ്ഞാൽ പേയുള്ള പട്ടിയാണോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടാവും. പക്ഷേ അന്നത്തെ കാലത്തുള്ള, അതായത് 1970s 79 80 ആ സമയത്തെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കൂടുതൽ മെച്ചപ്പെട്ട ഈ വാക്സിൻസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അന്ന് ഈ മാസത്തിൽ ഇപ്പോൾ ആണെങ്കിൽ 4-5 ഇഞ്ചക്ഷൻ എടുത്താൽ മതി ഒരു മാസത്തിനിടയിൽ, ഒരു ഗ്യാപ്പിൽ. അന്നത് അങ്ങനെയല്ലായിരുന്നു. പേപ്പട്ടി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ പുക്കിൾ നീട്ടും 14 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണം. അത് തന്നെ ചിലപ്പം ഈ ഹോഴ്സ് സിറമാണ് എടുക്കുന്നത്, ഹോഴ്സിൽ നിന്നുള്ള സിറമാണ്. അപ്പോൾ അതിന് ചില റിയാക്ഷൻസ് ഉണ്ടാവാം. ഒരു 3 മാസം വരെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും ഒക്കെ വേണം. അതിന് റിയാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഈവൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻ വന്ന്, ഈ ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ റിയാക്ഷൻ വന്ന് മരിച്ച രോഗികളെ കണ്ടിട്ടുണ്ട്. പേപ്പട്ടി വിഷത്തിനുള്ള കുത്തിവയ്പ്പ് എടുത്തിട്ട് അതിൻ്റെ റിയാക്ഷൻ കൊണ്ട് അതുപോലും വരാം. അപ്പം അങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ ഒറ്റയ്ക്കൊരു ഹോസ്പിറ്റലിൽ ആദ്യം MBBS കഴിഞ്ഞ് ആദ്യം ഒരു ഒറ്റയ്ക്കുള്ളൊരു ഹോസ്പിറ്റലിൽ ആയൂർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്ത് കഴിഞ്ഞാൽ മാരേജൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട്, അപ്പോൾ അവിടുത്തെ നോക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ആ പട്ടിയുള്ള വീടായിരുന്നു. പക്ഷെ അത് അന്ന് അതിനെ പൂട്ടിയിട്ടില്ലായിരുന്നു. അത് കാലയെ വന്ന് കടിച്ചു. പക്ഷേ പാൻറ്റിൻ്റെ പുറത്തൂടാണ് കടിച്ചത്. എങ്കിൽ തന്നെ അന്ന് വാക്സിൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. 1 മാസം കഴിയുമ്പോൾ നമ്മുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കില്ല, ഒരുക്കങ്ങളുമായ സമയമാണ്. അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് 3 മാസത്തെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെ വേണമെന്നാണ് അന്നത്തെ വാക്സിന്. പിന്നെ ഈ അപ്പോൾ നമ്മൾ പറഞ്ഞ് സാറിനെ ചെയ്യിപ്പിക്കുന്നത് വിഷമുള്ള, അന്ന് ഈ പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയൊന്നുമില്ല.
വാക്സിനേഷൻ വാക്സിനേഷൻ ഇല്ല. ഓക്കെ. ആ, വളരെ കേരളത്തിലൊന്നും വ്യാപകമായിട്ട് അങ്ങനെ എടുക്കാറില്ല. വീട്ടിൽ വളർത്തുന്ന പട്ടികളുണ്ട്, പക്ഷെ അത് പിന്നെ ഇപ്പോൾ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പട്ടിയെ 5 ദിവസം 6 ദിവസം ഒബ്സർവ് ചെയ്യണം. 6 ദിവസത്തിനകം പട്ടിക്ക് പേവിഷമൊന്നും വന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്നാണ്. അന്നങ്ങനെ ആയിരുന്നു. അപ്പോൾ കടിച്ച പട്ടിയെ തന്നെ കെട്ടിയിട്ടിട്ട് അത് 5 ദിവസം 6 ദിവസം ജീവിച്ചിരിക്കുന്നു ഉറപ്പായി. നീ 5 ദിവസം കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കടിച്ച സമയത്ത് തന്നെ പേയില്ലായിരുന്നു എന്നാണ്. അന്നത്തെ അതിനിടയ്ക്ക് മരിച്ചു പേബാധ വന്നിട്ട് മരിച്ചു പോവുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം. അന്നങ്ങനെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതായിരുന്നു അന്നത്തെ ഒരു രീതി. അപ്പം ഇത് ഈ കെട്ടിയിട്ടേക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് വിവരം അറിയിക്കാഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈ ഡോക്ടർ രാത്രി കടിച്ചതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പട്ടി ഒരു വണ്ടിക്കടിച്ചിട്ട് മരിച്ചു പോയിന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കൺഫ്യൂഷനായി. പേ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വയ്യ, 5 ദിവസം ജീവിച്ചിരുന്നോന്ന് അറിയാൻ വയ്യ, പേ ഉണ്ടെന്നുള്ളതിന് ഉറപ്പില്ല, പേ ഇല്ലെന്നുള്ളതിന് ഉറപ്പില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് കരണീയമായിട്ടുള്ള കാര്യം. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ഈ പാടെ താളം തെറ്റും എന്നുള്ളതുകൊണ്ട് അന്നൊരു റിസ്ക് എടുക്കണ്ടെന്നങ്ങ് തീരുമാനിച്ചു. സ്വയം തീരുമാനിച്ചു. ആരോടും പറയാൻ നോക്കുന്നൊരു കാര്യമല്ല. അപ്പം മനുഷ്യനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് എല്ലാവരും കൺഫ്യൂഷനാകും. അതുകൊണ്ട് സ്വയം ഒരു തീരുമാനം എടുത്ത് വേണ്ട. പക്ഷേ ഈ പേവാസം 90 ദിവസം കഴിയും വരാം എന്നുള്ളതാണ്. ആ ഒരു 3 മാസവും കുറച്ച് റിസ്ക് ആയിരുന്നു. കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു, ടെൻഷനിലായിരുന്നു. പിന്നീട് ഷെയർ ചെയ്തുള്ളൂ. ആ സമയത്ത് ആരോടും ഷെയർ ചെയ്തില്ല. 90 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഷെയർ ചെയ്തേ ഉള്ളൂ. സാർ, അയാളും ഞാനും തമ്മിൽ സിനിമ കണ്ടിട്ടില്ലേ, ലാൽ ജോസ് പൃഥ്വിരാജ് പോലെ. അതിൽ ഇതുപോലെ ഒരു സെയിം ഇൻസിഡന്റ് പറയുന്നത്, അമ്മയെ അറിയിച്ചിട്ടാണ് ഡോക്ടർ രവി തരകൻ ആ ട്രീറ്റ്മെന്റ് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല അത് പെർഫോം ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ മോബ് അറ്റാക്കായിട്ട് മാറി അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആക്സിഡന്റ് വരികയൊക്കെ ചെയ്ത് അതൊരു നല്ല സിനിമയാണ്. ഡയറക്ടറിന്റെയും അഭിനേതാവിന്റെയും കരിയറിലെ ബെസ്റ്റ് സിനിമാസിൽ ഒന്നാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് സാറിന്റെ ലൈഫിലും ഇല്ലേ? ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ആ കാലത്തൊക്കെ ഉള്ള പലർക്കും പിന്നെ ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും. എനിക്കൊരു അനുഭവം ഉണ്ട് അങ്ങനെ. അത് ഈ ആശുപത്രി തുടങ്ങിയ കാലത്താണ്. ശരിക്കും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്താണ്. അത് ശരിക്കും വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന സമയത്താണ്. അന്നുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നതുകൊണ്ട് OPയോട് ചേർന്ന് തന്നെയാണ് ഈ സിക്കായിട്ടുള്ള പേഷ്യൻസിന് വന്നു കഴിഞ്ഞാലും ഒക്കെ കിടത്തി ചികിത്സിക്കുന്നതൊക്കെ. അത്രയ്ക്കുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അപ്പം ഒരു വളരെ സിക്കായിട്ടുള്ള പേഷ്യൻ്റാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന OPയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു റൂമുണ്ട്. അവിടെ ഒരു ബെഡ്, ഒരു സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഒന്ന് സെറ്റിൽ ചെയ്യുന്നവരെ ചിലപ്പോൾ അവിടെ തന്നെ കിടത്തുന്നത്, ഇടയ്ക്ക് പോയി നോക്കത്തൊക്കെ വേണം. ഞാനും എൻ്റെ ഒരു ജൂനിയർ ഡോക്ടറും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഡോക്ടേഴ്സായിട്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഒരു 10 മണിയോടുകൂടി ഒരു 17 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അത് വളരെ സിക്കായിട്ടുള്ള എടുത്തുകൊണ്ടാണ് വന്നത്. അന്ന് കിടത്തി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് വാൽവിൻ്റെ റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞിട്ട് ഈ വാതപ്പനി വന്നിട്ട് അത് ഹൃദയത്തിൻ്റെ വാൽവുകളെ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്. അന്ന് ഈ വാദത്തിനുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആയുർവേദ ചികിത്സയ്ക്ക് പോകും. പിന്നെ നീരായിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഈ റുമാറ്റിക് ഫീവർ ആണെന്ന് മനസ്സിലാകത്തില്ല പലപ്പോഴും. ഇതും അതുപോലെ തന്നെ സംഭവിച്ചത്. ഈ വാദം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ഒരു ആയുർവേദ ചികിത്സ എടുത്ത് അതിന് വേണ്ട അന്ന് ശരിക്കും പെൻസിലിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ് ഈ റുമാറ്റിക് ഫീവറിന് എടുക്കേണ്ടത്. അതാദ്യം എടുത്തിരുന്നു കഴിഞ്ഞാൽ അത് നല്ല ഫലപ്രദമായ ചികിത്സയാണ്. അത് കൂടാതെ വരും ഹാർട്ടിൻ്റെ വാൽവിനെ ബാധിക്കാതിരിക്കും. പിന്നെ കുറേ വർഷങ്ങളിലേക്ക് പെൻസിലിൻ ഇഞ്ചക്ഷൻ മാസത്തിൽ ഒരു പ്രാവശ്യം എടുത്താൽ സേഫാണ്. പക്ഷെ എന്നാൽ അത്രയും അറിവ് പൊതുവേ ഇല്ല. അപ്പം ഇതിൻ്റെ വാതപ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ ഒരു 10 ദിവസമുള്ള അവിടെ കിടത്തി ചികിത്സ. ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വിമിഷ്ടം കൂടി വന്നു. അപ്പോൾ പൊതുവേ ഈ വാതപ്പനി വന്ന് ഹൃദയത്തിൻ്റെ വാൽവിനെ ബാധിച്ചാണെന്ന് മനസ്സിലാകാതെ വന്നിട്ട് ഹൃദയത്തിൻ്റെ വാൽവുകളെ എല്ലാത്തിനെയും ബാധിച്ച് പമ്പിങ്ങൊക്കെ മോശമായി, കാലിനും കൈക്കുമൊക്കെ നീരുമൊക്കെ ആയുള്ളൊരു ശ്വാസം മുട്ടലൊക്കെ ആയുള്ള അവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇത് ഇഷ്ടത്ത് വെച്ച് പരിശോധിക്കുന്നത് നമ്മൾ മനസ്സിലാവും റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ വാൽവുലാർ ഡിസീസാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് കിടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വളരെ സിക്കാണ്, നമുക്ക് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കൊണ്ടുവന്ന കൂട്ടത്തിലൊരു അവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം കൂടെ കയറി വന്ന് എന്തായാലും ഡോക്ടർ ചെയ്യാമെന്ന് നോക്കി. തീരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലെയാണ്. ഇങ്ങോട്ടും കൊണ്ടുപോകാൻ അന്ന് പിന്നെ ആംബുലൻസുകളും അങ്ങനെയുള്ള ഈവൻ ടാക്സികൾ പോലും റെയറായിട്ടുള്ള കൂട്ടത്തിലാണ്, വലിയ എക്സ്പെൻസീവാണ്. പിന്നെ കൊണ്ടുപോകാനാണെങ്കിൽ അടുത്ത് കോട്ടയം മെഡിക്കലേ ഉള്ളൂ. അത് ഒരു 1.5-2 മണിക്കൂർ യാത്രയുള്ള ദൂരമാണ്. അപ്പം ഞാൻ കൊണ്ടുപോയാൽ ഇപ്പം പ്രാഥമികമായിട്ടുള്ള മരുന്ന് ഞാൻ കൊടുക്കാം, പക്ഷേ രക്ഷപ്പെടുമെന്നൊരു വിശ്വാസവും ഇല്ല, ഒട്ടും ഉറപ്പില്ല.
കൊണ്ടുപോയാൽ നിങ്ങളൊരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് കിടത്തിയിരിക്കുകയാണ്. അത് മാറ്റി കഴിഞ്ഞാൽ തീരെ രക്ഷപ്പെടാനുള്ള സാധ്യത തീരെയില്ല. പിന്നെ ഡോക്ടർ ചെയ്യാവുന്നത് ഇത് ഞാൻ പറയുന്നത് ശരി, ഞാൻ 6 മുറിയുടെ അടുത്ത് വെച്ചാണ്. അപ്പോൾ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസൊക്കെ അതിനടുത്തൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കേൾക്കുന്നുണ്ട് ഈ പറയുന്നതെല്ലാം, അല്ല രഹസ്യമായിട്ടൊന്നുമല്ല. പൊതുവെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ ഈ പൊളിറ്റീഷ്യനുമൊക്കെ പോയി. ബാക്കി കൂടെ വന്നവർ അതിൻ്റെ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ മാത്രമേ ഉള്ളൂ കൂടെ. ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി മരിച്ചു. അത് രക്ഷപ്പെടാനൊക്കെ അപ്പം ഓരോ സമയം മോശമാകുന്നതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അച്ഛന് ഭയങ്കര ബഹളം. ഡോക്ടർ കുത്തിവെച്ച് കൊന്നു, എൻ്റെ മോളയുടെ വലിയ പ്രശ്നമൊന്നുമില്ല, അതിവിടെ വന്ന ഡോക്ടറുടെ കുത്തിവെപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഭയങ്കര അലറി വിളിച്ച് ബഹളം ഒപ്പിയുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പം ഞാനത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു വിധത്തിൽ രക്ഷപ്പെടുത്താൻ ഒന്നും ചെയ്യാൻ ഒക്കാത്തൊരു സ്റ്റേജുമാണ്, പറഞ്ഞതുമാണ്. ഒരു രക്ഷപ്പെടുത്തേ ഇല്ലാന്ന് 100% ഉറപ്പുള്ളായിരുന്നൊരു കേസാണ്. പിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വെച്ച് ട്രീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വലിയ ബഹളം ഉണ്ടായി. അപ്പം പേഷ്യൻസ് കേട്ടിരിക്കുന്നവരെല്ലാം എന്നോട് വന്ന് പറയുന്നുണ്ട്, ഇയാളെ അവരൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴും ഭയങ്കര ബഹളമായിട്ട് പോലീസിനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായി. അപ്പം കൂടെ എന്നെ കാണാൻ വന്ന പേഷ്യൻസൊക്കെ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞല്ലേ ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞോളാം, ഇവന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി ഒരു ഡ്രങ്കാർഡാണ്, ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടാനായിട്ടൊക്കെ ഉള്ള രീതിയിലാണ് എന്നാണ് എന്ന് മറ്റവരൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പേഷ്യൻസ് ബാക്കിയുള്ളവരൊക്കെ നോക്കി ഇയാൾ കുറേ നേരം ബഹളം ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ബോഡി അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം റിലേറ്റീവ്സൊക്കെ അന്ന് പോയി വിളിക്കുകയൊക്കെ വേണം. കുറച്ച് 5-8 കിലോമീറ്റർ ദൂരെയാണ് വീട്. പോയി വിളിച്ച് വരുമ്പോൾ ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2-3 പേര് റിലേറ്റീവ്സും പിന്നെ ആ നേരത്തെ പോയ പൊളിറ്റീഷ്യനും എല്ലാം കൂടെ വീട്ടിൽ വന്നു. ഇങ്ങനെ അവൻ വലിയ ബഹളം ഉണ്ടാക്കിയത് ഡോക്ടർ കണക്കാക്കരുത്, ബോഡി വിട്ടു കൊടുക്കണം, ബോഡി കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. എനിവേ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നല്ലോ, അപ്പോൾ നാളെ വീണ്ടും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അപ്പോൾ നമുക്കത് ഇൻസിസ്റ്റ് ചെയ്യാം. ഹോസ്പിറ്റലിൽ വെച്ച് ഡെത്താകുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോലീസിനെ അറിയിക്കാം, പ്രത്യേകിച്ച് ഇങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത്. ഞാൻ പറഞ്ഞ നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കൊണ്ടുവന്ന് ശരിയാവില്ല. അപ്പോൾ കുറേ മരുന്ന് കൊടുത്തതിൻ്റെ ബില്ലുമൊക്കെ ഉണ്ട്. അപ്പം അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലയെന്ന് എഴുതി. ഞാൻ പറഞ്ഞു എഴുതി തന്നുകൊണ്ട് കാര്യമില്ല, എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം കുറേ പെർsuade ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ബില്ലടയ്ക്കാനില്ല. കുറച്ച് ബില്ലായല്ലോ, എന്തായാലും കുറേ സാമ്പത്തികം ഇല്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞു ബില്ലടച്ചിട്ട് പോയാൽ മതി, ഞാൻ വേണമെങ്കിൽ എഴുതി തന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാതെ ഞാൻ പോലീസ് അടയ്ക്കാതിരിക്കാം, പക്ഷേ ബില്ലടയ്ക്കാതെ എന്തായാലും പോകാൻ പറ്റില്ല. ഇത്രയും ബഹളം ഉണ്ടാക്കി എൻ്റെ മാനസികമായിട്ടുള്ള എന്നെ കുറേ ബുദ്ധിമുട്ടിച്ചാണ്. ബില്ല് നിങ്ങളാരെങ്കിലും അടച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബില്ല് ഇൻസിസ്റ്റ് ചെയ്ത് വാങ്ങിച്ച അവരുടെ കേസിനാണ്. പിന്നീട് ഒരിക്കലും ഒരു പേഷ്യൻ്റ് മരിച്ച രോഗിയോട് ഞാൻ ബില്ല് ഉണ്ടെങ്കിൽ അടച്ചു പോകാനേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ പേഷ്യൻറ്റിനോട് ഞാൻ നിർബന്ധമായിട്ട് അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി കൊണ്ടുപോയി. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ശരിയാൽ. അയാൾക്ക് പൈസ കുറച്ച് കോമ്പൻസേഷൻ വല്ലതും കിട്ടണം എന്നുള്ള രീതിയിലാണ് അതിനുവേണ്ടി ആ ബഹളം ഉണ്ടാക്കിയത്. നമുക്ക് വളരെ പ്രകടമായിട്ടറിയാം. സ്വന്തം മകളുടെ ആ മരണത്തിന് പോലും വില പറയുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പം സമൂഹത്തിൽ ആ രീതിയിലുള്ള ആളുകളെയാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതെന്നുള്ളൊരു റിസ്ക് ഉണ്ട് എപ്പോഴും. ഈ മെഡിക്കൽ പ്രൊഫഷൻ ഒരു പോസിറ്റീവ് പറയുമ്പോൾ തന്നെ ഇങ്ങനൊരു റിസ്ക് എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഈ കാലം മാറുന്തോറും അത് കൂടി വരികയാണ്. ആ ഒരു പ്രൊഫഷണൽ റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഈ അങ്ങനെയുള്ള റിസ്ക്കുകൾ പൊതുവെ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും എടുക്കാൻ മടിക്കുന്നത്. ഒരു കാലമാണ്. സാർ, നമുക്ക് ഈ ഇത്രയും ഇൻസിഡൻസ് ഇങ്ങനെ ഡെയിലി കാണുമ്പോൾ ഈ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മെൻ്റൽ ഹെൽത്ത് കൂടി ഒരു വലിയ പ്രശ്നം അല്ലേ? അവർക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ടോ? സാർ എങ്ങനെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, നല്ല രോഗികൾ വരും, മീൻസ് ക്യാരക്ടർ വൈസ് അവർ നല്ല ആൾക്കാരായിരിക്കാം, ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് സാറ് എൻ്റെ മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കണം അത് നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാറ് ചെയ്യാറ്, എങ്ങനെയാണ് ഒരു സ്ട്രെങ്ത് കിട്ടുന്നത്? അല്ല, ഞാൻ ഇതിപ്പോൾ ഈ 2 ഇൻസിഡൻസ് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞതെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസിഡൻസാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു 100 മടങ്ങോ 1000 മടങ്ങോ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കും. ഒരു രോഗിയെ രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു പേഷ്യൻ്റൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും
നമ്മുടെ ആ ടൈംലി ഇൻ്റർവെൻഷൻ കൊണ്ട് രോഗി രക്ഷപ്പെടുകയാണെങ്കിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു സന്തോഷമാണ് ഇതിൻ്റെ റിവാർഡ്. അതിൻ്റെ ഒരു 100 എണ്ണമോ 1000 എണ്ണമോ കിടയ്ക്ക് ഒരു വളരെ റെയറായിട്ടായിരിക്കും വളരെ റെയറായിട്ടായിരിക്കും ഇത്. പക്ഷേ ഇത് കുറച്ചൊക്കെ ബാധിക്കുമെങ്കിൽ തന്നെയും പോസിറ്റീവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ പ്രാക്ടീസിനിടയ്ക്ക് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ചില ഇൻസിഡൻസ് വന്നു കഴിഞ്ഞാൽ ഐ ടേക്ക് ഇറ്റ് ഇൻ ഇറ്റ്സ് റൈറ്റ് എന്നുള്ളതല്ലാതെ അതൊരിക്കലും ഒരു മാനസിക സ്വസ്ഥതയെ ബാധിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം അത് നമുക്ക് ഈ നമ്മുടെ നെഗ്ലക്റ്റ് കൊണ്ട് ഒരു പേഷ്യൻ്റ് പോകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ വിജയിച്ചുകൊണ്ടായിരിക്കും. ഒരു കേസും അങ്ങനെയുള്ളതൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ. നാളത്തെ കാര്യം അറിയാൻ വയ്യ. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് എൻ്റെ ഇപ്പോഴുമുള്ള പൂർണ്ണമായിട്ടും എനിക്ക് ആ പേഷ്യൻറ്റിലുള്ള വിശ്വാസമുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് പോകുമ്പോൾ ചെറിയ തകരാറ് ഇപ്പുറത്തും കാണും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട് പലപ്പോഴും. കാരണം എനിക്കിതുവരെ അങ്ങനെയുള്ള അനുഭവം വന്നിട്ടില്ല. ഇങ്ങനെ ചെറിയ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് തന്നെ ഇയാളുടെ ആ ഒരു പർട്ടിക്കുലർ ആളിൻ്റെ പ്രശ്നമാണ്, അല്ല ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമല്ല ആ ഒരു വഴക്കുണ്ടാക്കിയത്. ആ ഒരാളിൻ്റെ ഒരു ഗ്രീഡും അല്ലെങ്കിൽ അയാളുടെ ഒരു ടങ്കാടായതുകൊണ്ടും ഉണ്ടായ പ്രശ്നമാണ്. അല്ലാതെ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുവരെ. സാർ മക്കൾ രണ്ടുപേരും ചേച്ചിമാർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല ഡോക്ടേഴ്സാണ്. അപ്പോൾ സാറ് ചികിത്സിച്ച് വന്ന അപ്പോഴത്തെ ഒരു രീതിയോ കാര്യങ്ങളിലോ അല്ല അവരവരുടെ കരിയർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മക്കളെ വളർച്ച കണ്ടു, അവരും ഡോക്ടറായി, അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറ്? നമ്മൾ മക്കൾ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്നല്ലേ പറയുക. അപ്പോൾ മക്കളിൽ നിന്ന് സാറ് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരൊരു വളർച്ച സാർ എങ്ങനെയാണ് കണ്ടത്? അല്ല, എൻ്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട് അവരുടെ വളർച്ച ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവർ വളർന്നു, അവരുടെ വളർത്തതും വൈഫാണ്, ടീച്ചറാണ്. അപ്പം വളർച്ച ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. പക്ഷേ അവർക്ക് ചെറുപ്പത്തിൽ മുതലേ തന്നെ, അവർ ജനിച്ചപ്പോൾ മുതലേ തന്നെ ഈ ഹോസ്പിറ്റലും ഈ ലൈഫുമായിട്ടുള്ളതുകൊണ്ട് അവർ ദേ ഡിഡ് നോട്ട് ഹാവ് എനി ഓപ്ഷൻ. വേറൊരു പ്രൊഫഷനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഇതിലോട്ട് വന്നത്. അവർക്കൊരു വേറൊരു എണ്ണത്തിനെ കുറിച്ച് അവർ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ആയിരിക്കും. പക്ഷേ എനിവേ ബോത്ത് ഓഫ് ദം എൻജോയ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഫഷനല്ല. പലപ്പോഴും അങ്ങനെ വരും, ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിർബന്ധമായിട്ട് ഡോക്ടേഴ്സ് ആക്കുന്നവരുണ്ട്, അങ്ങനെ ആവുന്നവരുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും ആയത്. ജനിച്ചപ്പോൾ പോലെ ഇത് കണ്ടായിരിക്കും അങ്ങനെ ആയത്. പക്ഷേ ദേ സ്റ്റിൽ എൻജോയ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവർക്കൊരു ആ ഒരു പാഷനുണ്ട് രണ്ടുപേർക്കും എന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം പക്ഷേ ഓവർ ദ ഇയേഴ്സ് അവർ ഈ ആ ഒരു അടുത്തൊരു തലമുറയ്ക്ക് വരുന്നൊരു മാറ്റങ്ങൾ ഇതിനോടുള്ള അപ്രോച്ചിൽ അവർക്ക് വന്നിട്ടുണ്ട്. അത് വരണം താനും. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചുകൂടെ അത്രയുമ്പോൾ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യണ്ട എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴത്തെ തലമുറ ഡോക്ടേഴ്സിനുണ്ട്. അത് ആ രീതിയിലുള്ള കാര്യങ്ങളല്ലാതെ പേഷ്യൻ്റ് കെയറിന് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധ തന്നെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കെയറും ആ ഒരു രീതിയിലുള്ളൊരു പേഷ്യനോടുള്ള അപ്രോച്ചും അവരും കീപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടുപിടിച്ചാൽ ഒരു പരിധി വരെ അത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ എൻ്റെ മക്കളും അതുപോലെ തന്നെ സൺ ഇൻ ലോസ് രണ്ടുപേരുണ്ട്. അവരും എല്ലാവരും ഡയബറ്റോളജി തന്നെയാണ്. രണ്ടുപേരും മൂത്ത രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ജനറൽ മെഡിസിൻ MD ആണ്. ഇളയവരും രണ്ടുപേരും ഡയബറ്റോളജിയിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ 4 പേരും ഡയബറ്റീസിൻ്റെ പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. പൊതുവെ എല്ലാവർക്കും അതിനൊരു താല്പര്യമുള്ള രീതി തന്നെയാണ് പോകുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു ഡേ എങ്ങനെയാണ്, ഫ്രം മോർണിംഗ് ടു ഈവനിങ് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ എന്ത് കഴിക്കുന്നു, എപ്പോൾ എഴുന്നേക്കും, ഇതൊക്കെ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. മറ്റേ ഇൻഫ്ലുവൻസർ വരെ പറയുന്നത് പോലെ മോർണിംഗ് ടു നൈറ്റ് റൊട്ടീൻ എങ്ങനെയാണ്? വേറൊന്നും കൊണ്ടല്ല, സാർ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ എനിക്കറിയാം സാർ അത്രയും കൺട്രോൾഡായിട്ടും അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണെന്ന്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. സാറിൻ്റെ ഒരു ഡേ എങ്ങനെയാണ് സാറ് ബിൽഡ് ചെയ്യുക? ഇടയ്ക്ക് ആ ചോദ്യത്തിനിടയ്ക്ക് ചോദിച്ചാൽ ഒരു സ്ട്രക്ചേർഡായിട്ടാണോ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു അതിനെക്കുറിച്ച് അധികം ആരോഗ്യത്തെക്കുറിച്ചും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കുന്ന രീതിയില്ല. ഭാഗ്യത്തിന് കാര്യമായ രോഗങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവിടാണിത് പറയാൻ പറ്റുന്നത്. കാര്യമായ രോഗം വന്നിരുന്നെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടായിരിക്കണം അപ്രോച്ച്. കാരണം എന്ത് കഴിക്കുന്നതിനെ കുറിച്ചൊന്നും അത്ര ബോധമില്ല. എന്ത് കിട്ടിയാലും കഴിക്കും, ഇത് അങ്ങനെയുള്ളതിനപ്പുറത്തോട്ട് ഹെൽത്ത് ഇഷ്യൂസൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടും പാരമ്പര്യമായിട്ടും വലുതായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊന്നും വരുന്നൊരു ഫാമിലി അല്ലാത്തതുകൊണ്ടും കൂടാണ്.
അപ്പം അങ്ങനെയുള്ള ഈ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു പരിധി ഇതിന് പറയാനില്ല. അത് പിന്നെ ഒരു ദിവസത്തെ ഈ റൊട്ടീൻ ആക്ടിവിറ്റീസ് എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഈ റൊട്ടീനായിട്ട് എല്ലാ കാലവും ഒരു ദിവസം പോലും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും ഈ കോൺഫറൻസിന് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അവിടെ ചെന്ന് 1-2 ദിവസം, അത് 1-2 ദിവസത്തിൽ കൂടുതലൊന്നും അങ്ങനെ വിട്ട് നിൽക്കാറുമില്ല ഹോസ്പിറ്റലിൽ. ഈ ആദ്യകാലത്തൊക്കെ പോകാറേ അങ്ങനെ വളരെ അപൂർവമായിട്ട് പോകാറില്ല, കോൺഫറൻസുകൾക്ക് മാത്രമേ പോകാറില്ലായിരുന്നു. പിന്നീട് വല്ലപ്പോഴും ഇങ്ങനെ പോകും. പക്ഷെ 1-2 ദിവസം വിട്ട് നിൽക്കുന്നു. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ബിസി ആയിരിക്കും. അത് കൂടുതൽ ബിസി ആയിരിക്കും എന്നുള്ളതുകൊണ്ട്. പക്ഷേ അപ്പോൾ റുട്ടീൻ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ, അല്ലെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങും ഹോസ്പിറ്റൽ. വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിയോ 2 മണിയോ വരെ പ്രാക്ടീസ് പേഷ്യൻ്റ് കാണുമായിരിക്കും, റൗണ്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളും. വൈകുന്നേരം 4 ഉച്ചയ്ക്ക് ഉറക്കം 5-10 മിനിറ്റ് ഉറക്കമുണ്ട്. പിന്നെ വൈകിട്ട് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് രാത്രി ചിലപ്പം 8 മണിയോ 9 മണിയോ ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. റൊട്ടീൻ അതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ കോവിഡ് വന്നതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് കുറച്ചു ഞാൻ. പിന്നെ എല്ലാ മക്കളും സണ്ണിലോസും എല്ലാം വന്നതിന് ശേഷം. അപ്പോൾ അതിന് ശേഷം മോർണിംഗ് ടൈം മാത്രമേ ഉള്ളൂ പേഷ്യൻ്റിന് റൗണ്ട്സിനൊക്കെ പോകുന്നത്. മോർണിംഗ് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ പോകും. ആഴ്ചയിൽ 1-2 ദിവസം വൈകുന്നേരം കുറച്ച് പേഷ്യൻസിനെ കാണും, അതേ ഉള്ളൂ. മോർണിംഗ് വരുന്നവർ മാത്രം. അപ്പോൾ കുറച്ചൊരു ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അപ്പോൾ കൂടുതൽ ഷിഫ്റ്റ് ചെയ്ത് ആരോഗ്യദാനത്തിൻ്റെ പ്രവർത്തനത്തിലോട്ട് ബാക്കിയുള്ള സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നുള്ള കൊണ്ടുകൂടാണ്. അപ്പോൾ അത് പക്ഷേ ഈ ഒരിക്കലും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. ഫിസിക്കലായിട്ടൊരു ടയർഡ്നെസ് ചിലപ്പോൾ തോന്നും കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴെന്നുള്ളതല്ല, മാനസികമായിട്ടൊരു മടുപ്പ് തോന്നിയിട്ടില്ല എന്നുള്ളൊരു പോസിറ്റീവായിട്ട് ഇതുവരെ. അങ്ങനെ അത് ഉള്ളിടത്തോളം അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. അല്ലാതുള്ള റൂട്ടീൻ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്നും റിമാർക്കബിളായിട്ട് പറയാനില്ല. കിട്ടുന്നത് കഴിക്കുക, അങ്ങനെ പോവുക. പക്ഷേ ഒരു റെസ്ട്രിക്റ്റഡ് ആണ് അഫ്കോഴ്സ്. ഇഷ്ടംപോലെ അങ്ങനെ ഒരു ഇന്ന ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കോൺഷ്യസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഒന്നും തലമുറയ്ക്ക് അങ്ങനെ കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. ശരിക്കും നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ കഴിച്ചാൽ മതി. അതാ പറഞ്ഞ 70s നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡൊക്കെ തന്നെ എനിക്കിപ്പോഴും താല്പര്യം. പുതിയ ഫാൻസി ഫുഡ് ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കാനാണെങ്കിൽ തന്നെയും പണ്ടത്തെ ആ രീതിയിലുള്ള ഫുഡൊക്കെ തന്നെ എപ്പോഴും ഇഷ്ടം. അപ്പോൾ പിന്നെ വലിയ റിസ്ക് ഇല്ല. അപ്പോൾ അതിനകത്തൊരു കൂടുതൽ സെലക്ഷൻ പോകേണ്ട കാര്യം വരുന്നില്ല.